തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്ന് 10ാം ദിവസം. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ പുല്ലുവള സ്വദേശി ജോൺ മാത്യൂസിനായുള്ള തിരച്ചിൽ തമിഴ്നാട് തീരത്തേക്ക് കൂടി നീട്ടണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. അഞ്ജു ചേരുകയാണ്. അഞ്ജു, കുടുംബത്തിൻ്റെ ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് 10ാം ദിവസത്തെ തിരച്ചിൽ തമിഴ്നാട് തീരത്തുകൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത്. അത് രാമേശ്വരത്താണ് തിരച്ചിൽ നടത്തുന്നത്. അത് കുടുംബം നേരത്തെ തന്നെ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇനി തെരച്ചിൽ ഇവിടുന്ന് മാറ്റി രാമേശ്വരത്ത് കൂടി വ്യാപിപ്പിക്കണമെന്നുള്ള ആവശ്യം അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് പ്രകാരമാണ് ഇന്നു മുതൽ അത്തരത്തിലൊരു തെരച്ചിൽ കൂടി നടക്കുന്നത്. കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. കുടുംബം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ മാത്രമാണ്. അവർക്കതായിരുന്നില്ല ആവശ്യം. റെസ്ക്യൂ പ്രവർത്തനമായിരുന്നു അവർക്ക് ആവശ്യം. ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ ജോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ തിരികെ കരയിലെത്തിയ സമയത്ത് പറഞ്ഞതാണ് എവിടെയാണ് അപകടം ഉണ്ടായെന്നൊക്കെ അടക്കമുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് നിർണായകമായ സമയമായിരുന്നു. ആ സമയത്ത് പോയിരുന്നെങ്കിൽ അവരുടെ അച്ഛനെ റെസ്ക്യൂ ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ അന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിലാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ അവർക്ക് നിലവിൽ അവരുടെ ആവശ്യപ്രകാരം തെരച്ചിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. കാരണം ആ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവർക്ക് ഇപ്പോഴുമുണ്ട്. എന്തായാലും 10ാം ദിവസമാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. അവർ ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. മടങ്ങിയെത്തുന്ന ജോണിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് ആ നാട് മുഴുവൻ. നമ്മൾ ഇന്ന് ചെന്ന സമയത്തും അത് തന്നെയായിരുന്നു നമ്മൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പലതരത്തിൽ പല സർക്കാരിനോടും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിനോടും മത്സ്യഫെഡിൽ ഉദ്യോഗസ്ഥരോടക്കം ഇവർ നിരവധി തവണ പരാതിയും പ്രതിഷേധങ്ങളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. ഈ തിരച്ചിൽ നേരത്തെ ഏകോപിപ്പിക്കണം, വിവിധ വകുപ്പുകൾ വെച്ച് ഏകോപിപ്പിക്കണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയിച്ചതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ ഒരു തിരച്ചിലോ അല്ലെങ്കിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തു നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള മറുപടിയാണ് ഫിഷറീസ് വകുപ്പിൽ നിന്ന് നൽകുന്നത്. ചില സമയത്ത് 2 മണിക്കൂർ തിരച്ചിൽ നടത്തിയെന്ന് പറയുന്നു, അതേസമയം തന്നെ അവർ 2.5 മണിക്കൂർ തിരച്ചിൽ നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ ഈ കുടുംബത്തോടക്കം വലിയ രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ഫിഷറീസ് വകുപ്പിൽ നിന്ന് തന്നെ പറഞ്ഞത്. ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഏകോപിപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി 10 ദിവസമായിട്ടും വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മുതലപ്പുഴയിലോ നീണ്ടകരയിലോ ഒന്നും എത്തിയിട്ടില്ല. അതുമാത്രമല്ല ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തുന്നില്ലെങ്കിൽ ആ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തേണ്ട ഒരാളെന്ന് പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. പക്ഷെ മുഖ്യമന്ത്രി പോലും ഈ പ്രവർത്തനങ്ങളെ കൃത്യമായി ഏകോപിപ്പിക്കുന്നില്ല. പകരം അദ്ദേഹം ചെയ്യുന്നത് മനുഷ്യ പരാമർശങ്ങൾ. തുടരുക. ഇപ്പോൾ മകന്റെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകന്റെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്? നോക്കി കാണുന്നവർക്ക് അറിയാമല്ലോ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്. അതായത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി ചോദിച്ചതിന് ശേഷമാണ് ഡ്രോണിയറിൻ്റെ അതായത് ഏരിയൽ സെർച്ച് 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഊർജിതമാക്കാം എന്നുള്ള കാര്യങ്ങൾ, ഓക്കെ ആ സൈഡിലുള്ള തെരച്ചിൽ നടത്താം എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു, സെർച്ചിങ് ഓപ്പറേഷൻ അല്ല. അതിൻ്റെ ഇനി വരും തലമുറകൾ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നത് ആ വേദനയിൽ നിന്നതുകൊണ്ടാണ്. കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൻ ജിനിൽ ജോണാണ് പ്രതികരിച്ചത്. അഞ്ജു തുടരുകയാണ്. അഞ്ജു, ജിനിൽ രാവിലെ പറയുന്നുണ്ടായിരുന്നു രാഷ്ട്രീയമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപകടമുണ്ടായി 1-2 മണിക്കൂറിനുള്ളിൽ തിരച്ചിൽ നടത്തിയാൽ മാത്രമേ ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെയാണ്. ഈ ജോണിൻ്റെ മകൻ ജിനിൽ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഈ വിഴിഞ്ഞത്തു നിന്നും മത്സ്യബന്ധനത്തിനായി പോയ വള്ളം ഉൾക്കടലിൽ അപകടത്തിൽപ്പെടുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് തിരികെ കരയിലേക്ക് എത്തിയ കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അവർ കൃത്യമായി തന്നെ ഈ മത്സ്യഫെഡിലും ഫിഷറീസ് വകുപ്പിലും പോയി പറഞ്ഞതാണ് എവിടെയാണ് അപകടമുണ്ടായത്, അവിടെ എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ ആ ഒരു മണിക്കൂറിൽ ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായിട്ടുള്ള ആ ഒരു മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കാൻ ഫിഷറീസ്
വകുപ്പ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ 10 ദിവസം വരെ നമുക്ക് ജോണിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ട ഒരു താമസം ഉണ്ടാകില്ലായിരുന്നു. അന്ന് ഫിഷറീസ് വകുപ്പ് കാണിച്ച അലംഭാവം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു കുടുംബം ഇന്നും വേദന അനുഭവിച്ച് അവിടെ നിൽക്കുന്നത്. അതാണ് അവർ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചിലപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചേക്കാം. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് തങ്ങളുടെ അച്ഛനെ റെസ്ക്യൂ ചെയ്ത് തിരികെ കൊണ്ടുവരണം എന്നാണ് തങ്ങളുടെ ആവശ്യം. പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നു. ഇനി നാളെ ഒരു കാലത്ത് മറ്റൊരു മത്സ്യത്തൊഴിലാളി ഇതുപോലെ കടലിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അയാളെയെങ്കിലും കൃത്യസമയത്ത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം. അതാണ് അവരുടെ ആവശ്യം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തുന്നതെന്നാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഈ ജോണിൻ്റെ മകനും അടക്കം പറഞ്ഞത്. അവർ പറയുന്നത് അവർ അത്രയും വിഷമത്തിൽ തന്നെയാണ്. കാരണം 10 ദിവസമായി അച്ഛൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ തിരികെ ഇനി എത്തുമോ എന്നടക്കമുള്ള ആശങ്കകളിലാണ് അവർ കഴിയുന്നത്. ആ ഒരു ആശങ്കയിൽ നിന്ന് തന്നെയാണ് ആ പ്രതികരണങ്ങളും വരുന്നത്. കാരണം അവർക്ക് അവരുടെ അച്ഛനെ തിരികെ കിട്ടിയേ പറ്റൂ. അപ്പം അതിൽ സർക്കാർ കാണിക്കേണ്ട ഒരു കൃത്യമായി സർക്കാർ ഇടപെടേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലൊന്നും സർക്കാരോ ഫിഷറീസ് വകുപ്പോ ഫിഷറീസ് മന്ത്രിയോ ഇടപെട്ടിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഈ കുടുംബത്തിന് തന്നെ പ്രതിഷേധം ഉയർത്തുന്നത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇത്രയും ദിവസമായിട്ട് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോണിൻ്റെ കുടുംബത്തെ വിളിക്കുന്നത്. ഈ ജോണിൻ്റെ കുടുംബത്തെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇനി എവിടെ തിരയണം എന്നാണ്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് തിരയാം എന്നാണ് പറയുന്നത്. അപ്പോഴും ആ കുടുംബം പറയുന്നത് രാമേശ്വരത്തേക്ക് തിരച്ചിൽ നീട്ടണം, അടിയൊഴുക്ക് കാരണം രാമേശ്വരത്തേക്കായിരിക്കാം പോകാൻ സാധ്യത, അതുകൊണ്ട് രാമേശ്വരത്തേക്ക് തിരച്ചിൽ നീട്ടണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വകുപ്പ് മന്ത്രി ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സമീപനമാണ് നിങ്ങൾ പറയൂ എവിടെ തിരയണമെങ്കിൽ അത് തിരയാമെന്ന്. 10ാം ദിവസമാണ് ഒരു മന്ത്രി ഫോൺ വിളിച്ച്, 9ാം ദിവസമാണ് ഒരു മന്ത്രി ഫോൺ വിളിച്ച് ഇത്തരത്തിൽ ആ മകനോടും ആ കുടുംബത്തിനോടും ഈ സംസാരിക്കുന്നത് നമ്മൾ ഓർക്കണം. കാരണം റെസ്ക്യൂ പ്രവർത്തനമല്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, എവിടെ തിരയണമെന്നാണ്. രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞു, അദ്ദേഹവും ചോദിക്കുന്നത് എവിടെ തിരയണമെന്നാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയോ ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ അവർ പറയുകയുണ്ടായത് തമിഴ്നാട് ഭാഗത്തേക്ക് തിരയണമെന്ന്. അത്തരത്തിൽ ആ ഒരു ആവശ്യപ്രകാരമാണ് ഇന്ന് ഈ തിരച്ചിലൊക്കെ തമിഴ്നാട് ഭാഗത്തേക്ക് നീട്ടിയത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമായി കുടുംബത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു തുടർന്ന് CPIM വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വിഴിഞ്ഞം ജംഗ്ഷൻ 2.5 മണിക്കൂറിലധികം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് തിരച്ചിൽ കാര്യക്ഷമമാക്കും, കൃത്യമായി തന്നെ മേൽനോട്ടം വഹിക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു ആ റോഡ് ഉപരോധം. CPIMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ആനാവൂർ നാഗപ്പൻ്റെയും അതുപോലെ തന്നെ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്ന് PM മുഹമ്മദ് റിയാസ് ഈ ജോണിൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്തും അവർ പറഞ്ഞത് ഓഹി സമയത്ത് പോലും ഇത്രയേറെ പ്രയാസം അവർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അവർ പറയുകയുണ്ടായി. കാരണം നിരവധി മത്സ്യത്തൊഴിലാളികളെ കാണാതായ ഒരു സമയമാണ് ഓഖി എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും കൃത്യമായി തന്നെ സർക്കാർ ഇടപെട്ടു. നിരവധി മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് എഫേർട്ടുകൾ, എത്രയോ പ്രയാസങ്ങൾ തേണ്ടി അല്ലെങ്കിൽ കടൽ പ്രക്ഷോഭിച്ച് കിടന്ന ഒരു സമയമാണ് അന്ന്. എന്നിട്ട് പോലും സർക്കാരിൻ്റെ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിനോട് ഇവർ പറയുകയുണ്ടായിരുന്നു. തുടർന്ന് മാധ്യമങ്ങൾക്ക് PM മുഹമ്മദ് റിയാസ് നൽകിയ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ദുരന്തമായി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഈ PM മുഹമ്മദ് റിയാസ് നമ്മളോട് പറഞ്ഞത്. കാരണം അദ്ദേഹം അത് പറയാനും കാരണങ്ങളേറെയാണ്. കാരണം ഈ കാര്യങ്ങളൊന്നും ഏകോപിപ്പിക്കാൻ ഒരു വകുപ്പ് മന്ത്രിയില്ല. 10 ദിവസമായിട്ടും വിഴിഞ്ഞത്തെത്തുന്നില്ല ഫിഷറീസ് വകുപ്പ് മന്ത്രി VA അബ്ദുൽ ഗഫൂർ. വിഴിഞ്ഞത്തെത്തുന്നില്ല, മുതലപ്പുഴയിലെത്തുന്നില്ല, നീണ്ടകരയിലെത്തുന്നില്ല. ഇത്തരത്തിൽ 3 സ്ഥലങ്ങളിലായി മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോകുമ്പോൾ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ആ ഒരു ചോദ്യം വളരെ ശക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ അല്ലെങ്കിൽ അവിടെ എത്തണം, ആ പ്രശ്നത്തിൽ ഇടപെടണമെന്നുള്ള ഒരു കാര്യം മുന്നണി തലത്തിൽ പോലും പറയാത്തതിൽ വലിയ അമർഷങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഇന്ന് മുഹമ്മദ് റിയാസും പറഞ്ഞത്. ഈ സർക്കാരും വകുപ്പ് മന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്നടങ്കം പരാജയപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് എന്നുള്ള കാര്യം മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി ഒരു സമയത്ത് മത്സ്യത്തൊഴിലാളികളെയും തീരദേശത്തെയും ഒന്നടങ്കം അവഹേളിക്കുന്ന, അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളോടും കേരള ജനതയോടും മാപ്പ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൾ ജിജി ചേരുകയാണ്. ജിജി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാകും, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് രാവിലെയും താങ്കളുടെ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യർ കടലിൽ കാണാതാകുന്ന വേളയിൽ അവരെ 1-2 മണിക്കൂറിനുള്ളിൽ അവരെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ പിന്നീട് അത് തെരച്ചിൽ മാത്രമായി മാറും എന്നുള്ളത്. വരുന്ന ആളുകളിലെങ്കിലും ഇത്തരമൊരു
നടപടി, ചടുലമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ജിജി? പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നതിലൊരു ഉപരി അത്തരം നടപടികൾ സർക്കാരിന്റെ വശത്തു നിന്ന് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. ഒരു അപകടം ഉണ്ടായാൽ, കടലിൽ ഒരു അപകടം ഉണ്ടായാൽ അതിനെ എങ്ങനെ അല്ലെങ്കിൽ ആരെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ പോലും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പോലും ഇല്ലാത്ത സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ എത്രയും വേഗം ഗവൺമെന്റിന്റെ വശത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ തന്നെ അത് എടുക്കണം. നമുക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുള്ളവര് അതൊക്കെ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. കാരണം ഇത് ഈ സീസൺ എന്ന് പറയുന്നത് മൺസൂൺ ആണ്. അപ്പം ഇത് ഹാർവെസ്റ്റിംഗ് സീസൺ ആണ്, കടലിലെ ഒരു ഹാർവെസ്റ്റിംഗ് സീസൺ ആണ്. അപ്പം ഈ സീസണിൽ ഉറപ്പായിട്ട് മത്സ്യത്തൊഴിലാളി പണിക്ക് പോകും. കൃത്യമായിട്ടുള്ള ഒരു ദിശയിലല്ല അവർക്ക് കിട്ടുന്ന അവരുടെ വെതർ ഇൻഫർമേഷൻ സിസ്റ്റം എങ്കിൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റും അവരെപ്പോഴാണ് കടലിൽ പോകേണ്ടത്, അല്ലെങ്കിൽ കടൽ പണിക്കാണോ പോകേണ്ടത്, അല്ലെങ്കിൽ രാവിലെയാണോ പണിക്ക് പോകേണ്ടത്, രാത്രിയാണോ പണിക്ക് പോകേണ്ടതെന്നൊക്കെ. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. ഈ സിസ്റ്റം ഡെവലപ്പ് ആകണം. കടൽ തീരത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ പ്രോപ്പറായിട്ട് കടലിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോയിസ് റേസ് ചെയ്യുന്നത്. ചുമ്മാ വർഷം ബഡ്ജറ്റിൽ പൈസ എഴുതിയെടുത്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്യണം. ചുമ്മാ വെറുതെ എന്തിനോ വേണ്ടി ആൾക്കാരെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടികളല്ലാതെ അത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്നല്ല, ജീവന്റെ വിലയെ മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജിജി, മത്സ്യത്തൊഴിലാളികളല്ലേ, ഇത്രയൊക്കെ മതി എന്നൊരു ചിന്ത നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു 3 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി, ആദ്യമായിട്ടല്ല സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത് എന്നൊരു മറുപടി ഉണ്ടാകുന്നു. ഇന്നലെ മറ്റൊരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രതികരണം, കടലിൽ പോയാൽ കുറച്ച് ദിവസം കഴിയും തിരികെ വരാൻ എന്നൊക്കെ മട്ടിൽ വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങളെ കാണുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇന്നും ഇന്നലെയും അല്ല ഈ സാഹചര്യങ്ങൾ നടക്കുന്നത്, നമുക്ക് വർഷങ്ങളോളം നടന്നു വരുന്നതാണ്. അതിനൊരു മാറ്റമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടോ സംസാരിക്കേണ്ട വാക്കുകളല്ല ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ വിഷമമാവുന്നത്. നിങ്ങൾ ഇത്തിരി റെസ്പോൺസിബിൾ ആകണം. ഒരു ജീവന്റെ വില, ഒരു ജീവന് വേണ്ടിയിട്ട് 3-4 സർക്കാരുകൾ ചേർന്ന് 3 സർക്കാരുകളോളം ചേർന്ന് കൂട്ടമായിട്ട് രക്ഷാപ്രവർത്തനം ചെയ്ത് കണ്ട നാടാണിത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് വേദനയാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് വിലകെട്ടതാണ്. നിങ്ങൾക്ക് അവരും ടാക്സ് അടച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യേണ്ടത്, ഓരോ വ്യക്തിയെയും റെസ്പെക്ട് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. ഇത് ഗവൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കൊണ്ട് പറയേണ്ട, ഞാൻ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത് ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ തലപ്പത്തിരുന്നു കൊണ്ട് പറയേണ്ട വാക്കുകളാണോ ഇത്? ഇത്തരം നിരുത്തരവാദിത്വപരമായിട്ടുള്ള വാക്കുകളല്ല നിങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. ഓരോരുത്തരുടെയും 3 ജീവൻ എന്താ വിലയില്ലേ? ഈ 3 ജീവൻ 300 ജീവൻ ആകരുത് നാളെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ 3 ജീവനും വിലയുണ്ട്. ഈ 3 ജീവന്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വരണം, ഓരോ കുടുംബത്തിലും വരണം. ആ കുടുംബത്തിനെ അറിയാവൂ അതിന്റെ വില എന്താണെന്ന്. നിങ്ങളുടെ ജീവന് നിങ്ങളുടെ കുടുംബം എന്തുമാത്രം വില കൽപ്പിക്കുന്നു? അത് തന്നെയാണ് ഞങ്ങൾ ഒരാൾ ഇപ്പം കടലിൽ കാണാതെ പോയെങ്കിൽ ആ ജീവൻ അതിന് ഞങ്ങളുടെ വിലയുണ്ട്, അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ വിലയുണ്ട്. എന്തെങ്കിലും വിളിച്ചു പറയുക, എന്നിട്ട് അതിനുശേഷം അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ PR ഏജൻസികൾ വെച്ചിട്ട് അല്ലെങ്കിൽ 50,000 ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് അതിനെ അബ്യൂസീവായിട്ടുള്ള കമന്റ് ഇടുക, ഇതൊക്കെയാണോ രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം. പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും ഗവൺമെന്റ് ആയാലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളാണ് അതിന്റെ പ്രയോറിറ്റി. എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനെ ശ്രദ്ധിച്ച് ഇനി മുതൽ വിളിച്ചു പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ഈ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ജിജി, തൻ്റെ പിതാവിനെ കാണാതാകുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് അങ്ങേയറ്റം സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് ജിജി. എങ്കിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാൻ ജിജിയും ജിജിയുടെ സഹോദരനും
തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വേദന അതവർ തുറന്നു പറയുന്നു. ഒപ്പം തന്നെ ഭാവിയിലെങ്കിലും ഇനിയും ഒരു മത്സ്യത്തൊഴിലാളിക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന ആഗ്രഹം കൂടിയാണ് അവർ പ്രകടിപ്പിച്ചത്.